കേന്ദ്ര സർക്കാരിനെയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്ക് ഇപ്പോൾ ഒരു രാജ്യസഭാ മറുപടിയുടെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യസഭാംഗമായ ചന്ദ്രകാന്ത് ദാമോദരന് നൽകിയ മറുപടിയിലാണ് രാജ്യത്ത് 2022 വരെയുള്ള കണക്കുകൾ പ്രകാരം ദളിതർക്കെതിരായ പീഡനങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ കണക്കാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ മറുപടിയിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കയ്യിൽ 2022 വരെയുള്ള കണക്കുകൾ മാത്രമാണ് ലഭ്യമായതെന്നും ആ കണക്കുകൾ നൽകുന്നു എന്നുമാണ്. 2022 വരെയുള്ള കണക്കുകൾ, 2020 മുതൽ 22 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ രാജ്യത്ത് ദളിത് പീഡനങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. 2020 50,291 ദളിത് പീഡന കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ 2021 അത് 50,900 2022 57,582 ക്രമാതീതമായി അത് വർദ്ധിച്ചിരിക്കുന്നു. അതായത് ഏകദേശം 7,000-ലേറെ കേസുകൾ ഒരു വർഷം കൊണ്ട് വർദ്ധിക്കുന്ന കാഴ്ചയാണ് 2021 നിന്നും 22 നമ്മൾ കാണുന്നത്. ഈ കണക്കുകളിലെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് നമ്മളിത് സംസാരിക്കുന്നത് 2025 നിന്നുകൊണ്ടാണ്. അപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ ദളിത് പീഡനങ്ങളുടെ കണക്ക് 2022 വരെ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ കണക്കുകൾ സൂക്ഷിക്കാൻ പോലും, രാജ്യത്തെ ദളിതർക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളുടെ കണക്കുകൾ സൂക്ഷിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് വ്യക്തമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് പട്ടികയിൽ 1-ാമതും 3-ാമതും ഒക്കെ തന്നെ ഉള്ളത്. 2022 കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദളിത് പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് BJP 2016 മുതൽ യോഗി ആദിത്യനാഥിലൂടെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ മാത്രം 2022 15,368 ദളിത് പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. എന്നാൽ ഇത് 2022 വെറും 13,146 ആയിരുന്നു. അതായത് ഉത്തർപ്രദേശിലും ദളിത് പീഡനങ്ങൾ ഗണ്യമായി വർദ്ധിക്കുകയാണ്. 2022 കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ 2022 അരങ്ങേറിയ 2-ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ 8,752 ദളിത് പീഡന കേസുകൾ 2022 കോൺഗ്രസ് ഭരിക്കുന്ന വേളയിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. മധ്യപ്രദേശ്, BJP തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശാണ് പട്ടികയിൽ 3-ാം സ്ഥാനത്ത്. മധ്യപ്രദേശിൽ 7,733 ദളിത് പീഡന കേസുകളാണ് 2022 രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2021 കണക്കുകളിലും ഉത്തർപ്രദേശ് തന്നെയാണ് 1-ാം സ്ഥാനത്ത്, രാജസ്ഥാനാണ് 2-ാം സ്ഥാനത്ത്. BJP ഭരിക്കുന്ന, തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശാണ് 3-ാം സ്ഥാനത്ത്. ഇന്ത്യയിൽ നടക്കുന്ന ദളിത് പീഡന കേസുകളുടെ, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ദളിത് പീഡന കേസുകളുടെ ഏതാണ്ട് 50% BJP ഭരിക്കുന്ന ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കേരളമെല്ലാം ഈ പട്ടികയിൽ ഏറെ പിന്നിലാണ് എന്നത് ഓരോ മലയാളിക്കും അഭിമാനകരമായ സംഗതി കൂടിയാണ്. എന്നാൽ രാജ്യത്ത് ഹിന്ദു ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിന്ദു ഐക്യത്തിന് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദളിത് പീഡനങ്ങൾ അരങ്ങേറുന്നത് എന്നത് BJPയുടെ വാദമുഖങ്ങളെ പൊളിക്കുന്ന ഒന്നാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമല്ല. മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങളുടെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്ന പതിവ് പോലും കേന്ദ്ര സർക്കാരിനില്ല. ഇടയ്ക്ക് ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങളുടെ കണക്ക് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്നൊരു സംഘടന പുറത്തുവിട്ടിരുന്നു. അവർ പറയുന്നത് 2024 മാത്രം 834 ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ രാജ്യത്ത് അരങ്ങേറിയെന്നും ഇത് 2023 താരതമ്യപ്പെടുത്തുമ്പോൾ 100 കേസുകളുടെ വർധനവ് ഒരൊറ്റ വർഷം കൊണ്ടുണ്ടായിരിക്കുന്നുവെന്നും ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കണക്കുകളിലും 1-ാം സ്ഥാനത്ത്, രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്ന സംസ്ഥാനമായി മാറിയിരിക്കുന്നത് BJP ഭരിക്കുന്ന, യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് തന്നെയാണ്. രാജ്യത്തെ ദളിതർക്കും ക്രിസ്ത്യാനികൾക്കും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത ബുൾഡോസർ രാജിന്റെ
എല്ലാ ഭീകര രൂപവും അരങ്ങുവാഴുന്ന ഒരു സംസ്ഥാനമായി ഉത്തർപ്രദേശിനെ BJP മാറ്റിയെടുത്തിരിക്കുന്നു തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ BJPക്ക് വിനയാകുമ്പോൾ ഇതിനെ എങ്ങനെ BJP പ്രതിരോധിക്കുമെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും പാർലമെന്റും രാജ്യവും മുഴുവൻ വഖഫ് ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെ ഈ വാർത്ത അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം.